ഇക്കാക്ക ജോലിക്ക് പോയിക്കാനല്ലേ ഞങ്ങൾ കുറച്ചു നേരം കിടക്കും കേട്ടോ. ഞങ്ങൾ കിടന്നതിനോട് ഒരു അംഗം നടക്കുവേ. ഒന്നല്ലെങ്കിൽ അവൾ എന്നെ ചൊറിയാൻ വേണ്ടി വരും, അല്ലെങ്കിൽ ഞാൻ അവളെ ചൊറിയാൻ വേണ്ടി പോകും കേട്ടോ. എന്തായാലും ഇന്ന് ഞാനാണ് ചൊറിയാൻ വേണ്ടി പോയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾ സൈകെട്ട് എണീച്ച് പോയിട്ടുണ്ട്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കുറച്ച് നേരം വൈകി. എന്നും ഇക്കാക്ക പോകുമ്പോൾ തന്നെ കഴിക്കുന്ന ആളാണ്. ഇന്ന് കുറച്ച് നേരം വൈകി കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ചപ്പാത്തി ആകെ ഉണങ്ങി അലാക്കായി പോയിട്ടുണ്ട്. ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല വെള്ളക്കടല റോസ്റ്റ് ആയിരുന്നേ. അതുകൊണ്ട് അധികം കഴിച്ചിട്ടില്ല കേട്ടോ. 2 ചപ്പാത്തി കഴിച്ചതിന് ശേഷം വേഗം പണികളൊക്കെ ഒതുക്കി കുളിച്ച് കയറിയിട്ടുണ്ട്. കുളിച്ച് കയറിയപ്പോഴാട്ടോ മീൻകറിക്ക് തോരനൊന്നുമില്ല. വേഗം തന്നെ മുരിങ്ങൻ്റെ ഇല കുറച്ചധികം പറിച്ചിട്ടുണ്ട്. അപ്പുറത്തെ വീട്ടിൽ നിന്ന് കുറച്ച് വേപ്പിലയും പറിച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും പറിച്ചിട്ടൊന്നും കാര്യമില്ല, കുറേ കിള്ളിയാലേ കേട്ടോ കുറച്ചെങ്കിലും കിട്ടുകയുള്ളൂ. എന്തായാലും നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ 3 മണിയായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ തീ പിടിച്ചാനേ. മുരിങ്ങൻ്റെ ഇല പറിക്കാൻ നിന്നപ്പോൾ പരിപ്പ് വേവിക്കാൻ ഇട്ടത് മറന്നുപോയി. അതുകൊണ്ട് തന്നെ നല്ല പായസം പരുവായിട്ടുണ്ട്. എന്നാലും സാരില്ലടോ, നല്ലോണം ഒന്ന് കുറുക്കിയെടുത്തപ്പോൾ സാധനം സെറ്റ് ആയിട്ടുണ്ട്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് മുരിങ്ങൻ്റെ ഇല ഭയങ്കര ഇഷ്ടം കേട്ടോ. പരിപ്പും തേങ്ങ ഇട്ട് വെച്ചാൽ ഒട്ടേറെ ഇഷ്ടമാണ്. പിന്നെ മീൻകറിയും മീൻ പൊരിച്ചതും നല്ല മുരിങ്ങൻ്റെ തോരനെ കൂട്ടി ഒരു പിടി പിടിച്ചാണ്ടല്ലോ, അടിപൊളിയാണ്. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റാ.